നമ്മുടെ എല്ലാം കൈയൊന്ന് വിശാലമായി വിരിച്ചു വെക്കാൻ സാധിക്കാത്ത തരത്തിൽ അസൗകര്യമുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബഹിരാകാശ പേടകമോ മിസൈലോ വീടുകൾക്ക് പകരം ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാമോ? ഇത്തരം രസകരമായ വീടുകളെ ഇന്ന് നമുക്കൊന്ന് കണ്ടാലോ. നമ്പർ 10, അണ്ടർഗ്രൗണ്ട് റെഫ്രിജറേറ്റർ. നമ്മുടെ വീടുകൾക്ക് നാം തന്നെ കരുതി വെച്ച ചില വഴക്കങ്ങളുണ്ട്. ഇത്തരം വഴക്കങ്ങൾ തെറ്റിക്കുന്ന ഏതൊരു വീടും നമുക്ക് വിചിത്രമായി തന്നെ തോന്നിയേക്കാം. വോൾട്ട ഫ്രീ എന്ന കമ്പനിയിലെ ഒരു എഞ്ചിനീയർ ആണ് അണ്ടർഗ്രൗണ്ട് റെഫ്രിജറേറ്റർ എന്ന വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഭൂമിക്കടിയിലുള്ള ഒരു വീടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല. റെഫ്രിജറേറ്റർ എന്നുകൂടെ പേരിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഈ വീടിന്റെ വാതിൽ ഒരു ഫ്രിഡ്ജിന്റെ വാതിൽ പോലെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അത് തെറ്റ് തന്നെയാണ്. ഭൂമിക്കടിയിലുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഏറ്റവും ചൂടുള്ള കാലാവസ്ഥയിൽ പോലും ഈ വീടിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രിയിൽ കൂടാറില്ല. ഇത്രയേറെ ചിന്തിച്ചുകൊണ്ടാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് ഈ വീട് അണ്ടർഗ്രൗണ്ട് റെഫ്രിജറേറ്റർ എന്ന് അറിയപ്പെടുന്നതും. നമ്പർ 9, മിസൈൽ വീട്. വിശ്വസിക്കുമോ എന്നറിയില്ല, എന്നാലും പറയാം. ഒരു കാലത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്തിരുന്നു എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഈ കാലഘട്ടത്തിലെ ആളുകൾ ഇത് അവരുടെ താമസ സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ അണ്ടർഗ്രൗണ്ട് വീടുകളുടെ എണ്ണമെടുത്താൽ അതിൽ മുൻപിൽ ഈ വീടുണ്ടാവും. വെറും 52 അടി മാത്രമാണ് ഇതിന്റെ വ്യാസം എന്ന് പറയുന്നത്. ഒരു ബെഡ്റൂം, ഒരു ലിവിംഗ് റൂം, ഒരു കിച്ചൺ, ഒരു ഹോൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ വീടിന്റെ ഘടനയിൽ അടങ്ങിയിരിക്കുന്നു. വ്യക്തിപരമായ ഉപയോഗത്തിനായി ഈ മിസൈൽ വിട്ടുകിട്ടുവാൻ വേണ്ടി ഇതിന്റെ മുതലാളി 1,17,00,000 ഇന്ത്യൻ രൂപയാണ് ചിലവഴിക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് സൗകര്യപ്രദമായ അല്ലെങ്കിൽ താമസയോഗ്യമായ ഒരു വീടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ എഴുതുക. നമ്പർ 8, ബബിൾ പാലസ്. പേര് പോലെ ചുമ്മാ ബബിൾ ഊതി വിടാൻ ഉണ്ടാക്കിയ ഒരു വീടൊന്നുമല്ല കേട്ടോ ഇത്. ഫ്രഞ്ച് ഫാഷൻ ഡിസൈനർ ആയിരുന്ന പിയറെ കാർഡിൽ 1989 നിർമ്മിച്ച ഒരു മനോഹര സൗധമാണിത്. ഈ കാലത്ത് പ്രസിദ്ധ ഫ്രഞ്ച് ഡിസൈനർ ഇവിടെ താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ല പാർട്ടിയോ ചടങ്ങുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ വീട് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. 92,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ തൊട്ട് ഔട്ട്ഡോർ ഏരിയയും 500ഓളം പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെന്ററും എല്ലാം അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇതിന്റെ നിൽപ്പ് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നിട്ട് തന്നെയാണ്. അതിനാൽ തന്നെ ഭംഗിയുള്ള ദൃശ്യങ്ങൾക്കായി വേറെ എങ്ങോട്ടും പോവേണ്ട ആവശ്യമില്ല. കാരണം അത്രത്തോളം മനോഹരമായ ദൃശ്യങ്ങൾ ഈ പാലസിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. നമ്പർ 7, ഫ്യൂച്ചിറോ. ബഹിരാകാശ പേടകം വീടായി ഉപയോഗിക്കാൻ നമ്മൾ കുട്ടിക്കാലത്തൊന്നുമല്ലല്ലോ ജീവിക്കുന്നത്. എന്നിരുന്നാലും ക്രേഗ്സ് ബാൻസൺസ് എന്നൊരു വ്യക്തി തന്റെ സ്വപ്ന വീട് ബഹിരാകാശ പേടകത്തിന്റെ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫിൻലാൻഡിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. എന്നിരുന്നാലും ഇംഗ്ലണ്ടിലാണ് ഇത്തരം വീടുകൾ ധാരാളമായി പ്രസ്തുത എഞ്ചിനീയർ നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിനീയർക്ക് തന്നെ സ്വന്തമായി ഇത്തരത്തിൽ ഒരു വീടുമുണ്ട്. ബെഡ്റൂമും ബാത്റൂമും കിച്ചണും ഒക്കെ അടങ്ങിയ ഒരു വലിയ വീട്ടിലുള്ള എല്ലാ സൗകര്യവും ഈ ബഹിരാകാശ പേടക വീട്ടിലും അടങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ഇനി നമുക്ക് അടുത്ത വീട് നോക്കാം. നമ്പർ 6, ഗ്രെയിൻസ് സൈലോ ഹൗസ്. കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾക്കൊക്കെ വിചിത്രമായ സ്ഥലങ്ങളിൽ കഴിയുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ വളരെയധികം തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഗ്രെയിൻസ് സൈലോ ഹൗസ്. ആദ്യകാലത്ത് ഇതൊരൽപ്പം വിചിത്രമായി തോന്നിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾ ലോകമെമ്പാടും തന്നെയുണ്ട്. ലോകമെമ്പാടും എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം നിർമ്മിച്ചത് ഒരാൾ തന്നെയാണ് എന്ന് നമ്മൾ കരുതരുത്. ഈ വീഡിയോയിൽ വീടിന്റെ രൂപം കൊണ്ട് ഇത് ഇടുങ്ങിയ ഒരു ഇടമാണെന്ന് കരുതുകയും അരുത്. 1080 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. കൂടാതെ 2 നിലയും ഈ വീടിനുണ്ട് കേട്ടോ. എന്നിരുന്നാലും വീടിനുള്ള ചൂട് വളരെ അസഹനീയം തന്നെയാണ്. അതിനാൽ തന്നെ പുറത്ത് വെള്ള പെയിന്റ് അകത്ത് AC വെച്ചുമെല്ലാമാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്.